കൂട്ടത്തിലൊരു സന്ദീപ് ഉണ്ട്, അതായത് മിമിക്രി ചെയ്യുന്ന ഒരു സന്ദീപ്. ഹായ് സന്ദീപ്. ഹായ്. അപ്പൊ നല്ല പാറായിട്ട് നമുക്ക് ആദ്യം തന്നെ സന്ദീപിന്റെ പെർഫോമൻസിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് ഞാൻ വിചാരിക്കുന്നു. ആയിക്കോട്ടെ, തീർച്ചയായിട്ടും. അങ്ങനെ നീ വായോ. ഓ കമോൺ. സന്ദീപ് സെബാസ്റ്റ്യൻ, കണ്ണൂരാണ് സ്ഥലം. കണ്ണൂർ ജില്ലയിൽ നരിക്കോട് എന്ന് പറയും. നരിക്കോട്. അടിപൊളി. എന്തല്ല നല്ല ഓ അയ്യോ, ബാക്കി എനിക്കറിയില്ല. എന്തെല്ലാം മാത്രം ആദ്യം എനിക്കറിയാൻ പറയാൻ. അങ്ങനെയാണ് കണ്ണൂർ ഭാഷ എന്നറിയാം. ഓൾറൈറ്റ്. അപ്പൊ ഇന്ന് എന്താ പെർഫോം ചെയ്യാൻ പോകുന്നത്? ഇന്ന് ഒരു നമ്മുടെ ഫുഡ് ബ്ലോഗർ ഫിറോസ് ചിറ്റിപ്പാറ വീഡിയോ ബ്ലോഗിങ് നിർത്തിയല്ലോ, റേറ്റിംഗ് കുറഞ്ഞതുകൊണ്ട്. അപ്പൊ പുള്ളിക്കാരൻ വീഡിയോ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി നമ്മുടെ സെലിബ്രിറ്റീസിന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി. ശരി. അപ്പൊ അതിനകത്തൊരു 10-20 താരങ്ങൾ വന്നു പോകുന്നുണ്ട്. ഓ നൈസ്. അപ്പൊ ലെജൻഡായിട്ടുള്ള മധുസാറ് മുതൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ തരംഗമായി നിൽക്കുന്ന അലിൻ ജോസ് പെരേര വന്നു പോകുന്ന ഒരു സ്ക്രിപ്റ്റ്. പല സൗണ്ടുകൾ, പല ശബ്ദങ്ങൾ, പല സെലിബ്രിറ്റീസിനെ നമുക്ക് ഇവിടെ ഇപ്പൊ കേൾക്കാം. അപ്പൊ നമ്മളൊന്നും പരിപാടി, ഞാന് രതീഷ്, നമ്മള് കുറച്ച് കുട്ടികളൊക്കെ ചേർന്ന് സെലിബ്രിറ്റി ഫുഡ് ഉണ്ടാക്കാൻ പോകും. അപ്പൊ രതീഷ, നമ്മൾ അവസാനത്തെ ചാൻസ് ആണ് കിട്ടായത്. ചാനൽ റേറ്റിംഗ് കുറഞ്ഞ അവസാനത്തെ ചാൻസ് ആണ് ഇത്. അപ്പൊ നോക്കി കണ്ട് കാര്യങ്ങൾ ചെയ്യണം കേട്ടാ. നമ്മളെ മധുസാറല്ല വരുന്നത്. എടാ ഫിറോസി, നീ ഉണ്ടാക്കി തന്ന ചായയിൽ ഇന്ത്യയുടെ ഒരു ടേസ്റ്റ് വ്യത്യാസം. അയ്യോ മധുസാറേ, അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രതീഷ്, ഇത് മൂന്നില്ലാണ്ട് നമ്മളൊരു കാര്യം ചെയ്യില്ല കേട്ടാ. അത് നമ്മുടെ രാജുവിന് അറിയാലോ. ഇതാണ് ഫിറോസിക്ക നിങ്ങളുടെ കുഴപ്പം. എന്തിനും ഏതിനും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതാണ് നിങ്ങളുടെ രീതിയെങ്കിൽ എനിക്കിതിൽ വിശ്വാസം ഇല്ലേക്ക. രാജുവിന് വിശ്വാസം ഇല്ലെങ്കിൽ എനിക്കും വിശ്വാസമില്ല. അയ്യോ ബോസാർ, അങ്ങനെ പറയലിത്. ഇത് നമ്മുടെ സ്റ്റൈലാണിത്. ഞാൻ എങ്ങനെ പറഞ്ഞ മനസ്സിലാക്കും. എന്റെ ഫിറോസെ, നീ ഒന്നും മിണ്ടാതിരിക്കേ. അവരെ കൺവിൻസ് ചെയ്യിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്റെ രാജു മധു സാറേ, ഇത് ഫിറോസിന്റെ ഒരു രീതിയാണ്. എന്റെ ഇന്ദ്രജിത്ത്, നീ എങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഫിറോസ് ചുറ്റി പറയുന്ന വൻപനമിടൂ പകരം അതാണ് ചോദ്യം. ഒരു തന്റെ ചാനൽ പൂട്ടി റേറ്റിംഗ് കുറഞ്ഞ് നിൽക്കുമ്പോഴാണ് അവന്റെ ഒരു ചോദ്യം. എന്റെ പ്രിയ സുഹൃത്ത് സിദ്ദീഖ വരുന്നുണ്ട്. ഞാൻ സിദ്ദീഖയോട് ചോദിക്കട്ടെ. അമേരിക്കയിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് ഫിറോസ് ചുറ്റിപ്പാറയുടെ ഉറുമ്പ് ബിരിയാണി കഴിക്കണമെന്ന് തോന്നി. അതിൻ്റെ ഒരു പ്രതീക്ഷയും ആഗ്രഹവും താങ്ങാനാവാത്തോണ്ട് ചോദിക്കുക. ഞാൻ ഇനിയും കാത്തിരിക്കണോ? കാത്തിരിക്കാൻ ഇത് കാഞ്ചനമാലയോ മൊയ്തീനോ അല്ല. എന്റെ ദുൽഖറെ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഹലോ സുരേഷ് ഏട്ടാ, സുരേഷ് ഏട്ടൻ ഫിറോസ് ചുറ്റിപ്പാറയുടെ വീഡിയോ കാണുന്നു പറഞ്ഞ ചേട്ടൻ എന്നാ ചെയ്യും? യൂട്യൂബിൽ കിടക്കുന്ന എല്ലാ വീഡിയോയും കാണിച്ചു കൊടുക്കത്തില്ലേ? ഇതിപ്പോ നമ്മുടെ സിദ്ദീഖയ്ക്ക് ഉറുമ്പ് ബിരിയാണി കഴിക്കണമെന്നും അമേരിക്ക പോകണമെന്ന് പറഞ്ഞാൽ നമ്മളായിട്ടങ്ങ് സാധിച്ചെടുക്കട്ടെ. ഒരു ചെറിയ ആഗ്രഹം. ഈ ആഗ്രഹം പറയുമ്പോ എനിക്കൊരാഗ്രഹം പറയാനുണ്ട്. എനിക്ക് ചുരുളിയിലേക്ക് പോകുമ്പോ തങ്കം ചേട്ടന് കൊടുക്കാൻ വേണ്ടി ചുരുളി സ്പെഷ്യൽ ബിരിയാണി വേണം. അതിന് തങ്കർ കണ്ടിട്ടാ? നിനക്ക് തങ്കനെ അറിയോ? തങ്കം ഞാനാടാ. എന്റെ പൊന്ന് തങ്കം ചേട്ടാ, ഒന്നടങ്ങ് മനുഷ്യ. ഫിറോസ് ചുറ്റിപ്പാറന്റെ ബിരിയാണി വേറെ ലെവലാണ് മച്ചാന്. മരണം മാസാണ് അല്ലേ നവ്യ ചേച്ചി? വേണ്ട, എന്റെ പൊട്ട മനസ്സില് ഒരു ബിരിയാണി കഴിക്കണം പാഴ് മോഹം വന്നപ്പോ ഞാൻ ഓടി വന്നത് ഇങ്ങടാ. എനിക്ക് ഫിറോസ് ചുറ്റിപ്പാറന്റെ ബിരിയാണി വേണം. അപ്പൊ എന്റെ മോൾ ഇതുവരെ ബിരിയാണി ഒന്നും കഴിച്ചില്ലേ? മോളെ നീ കേക്കണം കേട്ടോ. അയ്യോ മുളകൊന്നുമല്ല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. എന്റെ ദൈവമേ, ഒരു ബിരിയാണിയിൽ ഇങ്ങനെയൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാവോ? അതൊക്കെ കഴിച്ചേച്ച് എന്റെ മോൻ ചെന്ന് പോയി ഇരുന്നതേ അപ്പുറത്തെ കുറ്റിക്കാട്ടില്ല. പിന്നെ അവിടുന്ന് ഒച്ചയും ബഹളവും കേട്ട്. അമ്മച്ചി, ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില് അതിൽ ഏറ്റവും നല്ലത് ഇഞ്ചിയാണ്. കാരണം ഞാൻ എപ്പോഴും ഏറിനായതുകൊണ്ട് എന്റെ ഗ്യാസിന് ഏറ്റവും നല്ല കുറവുണ്ട് ഈ ഇഞ്ചി. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഫിറോസിന്റെ പാചകവും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്റെ സുഹൃത്ത് ബാലയോടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഫിറോസിന്റെ ബിരിയാണി എന്ന് പറയുമ്പോൾ അടിപൊളിയാണ്, സൂപ്പറാണ്. പക്ഷെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാനത് ജയറാമേട്ടനോട് പറഞ്ഞു. ഹലോ ഫിറോസേ, നിന്റെ ബിരിയാണി അടിപൊളി. അതിലണ്ടിപ്പരിപ്പുണ്ട്, ഉണക്കമുന്തിരിയുണ്ട്, ഏലക്കായുണ്ട്. എൻ്റെ പൊന്നോ, മലയാളികളുടെ ബിരിയാണിയുമുണ്ട് അല്ലേ ബാബുരാജേ? ഞങ്ങളുടെ ഫിറോസിന്റെ ബിരിയാണിയെ കുറിച്ച് പല ഊഹാപോഹങ്ങൾ വേറലുണ്ട്. ബിരിയാണിയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെന്ന് പറയുന്നവരുമുണ്ട്, ബിരിയാണി വെന്തില്ല എന്ന് പറയുന്നവരുമുണ്ട്. അത് തമിഴ്നാട്ടിൽ നിന്ന് വിജയ് സേതുപതിയാണെങ്കിലും ശരി, പ്രകാശ് രാജാണെങ്കിലും ശരി, തികച്ചും അടിസ്ഥാനരഹിതമാണത്. இல்லை சார், எனக்கு உங்களை பிடிச்சிருக்கு, உங்கள் பிரியாணி பிடிச்சிருக்கு. ஆனால் கொஞ்சம் இஞ்சி வெளுத்துள்ளி பேஸ்ட் ஜாஸ்தியாக இருக்குது. இல்லை சார், இது பரவாயில்லைங்க சார், இங்கே
டாய்லெட் எங்க இருக்கு சார்? டேய் தப்புடா. இஞ்சி விழுத்து பேஸ்டே தப்பு. டேய் நான் ബിരിയാണി സാപ്പിട മാട്ടേൻ. ഡേയ് എവിടാ ചെല്ലും? എന്റെ പ്രകാശ് ജി ഒന്ന് മിണ്ടാതിരിക്ക്. എന്റെ ഫിറോസെ നിന്റെ ചാനൽ രക്ഷപ്പെടാൻ ഇനി അവൻ വരണം. മലയാളത്തിന്റെ അവതാര പിറവി അലിൻ ജോസ് പെരേര. ഫിറോസ് ചുറ്റിപ്പാറിന്റെ ബിരിയാണി അടിപൊളിയാണ്, സൂപ്പറാണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്. അപ്പൊ പ്രേക്ഷകരെ ഇതോടെ നമ്മളെ ചാനൽ പൂട്ടിയിട്ടാ ഇനി മേലെ വീഡിയോ ചെയ്യൂല. ഒരുപാട് ആക്ടേഴ്സിന് ഇമിറ്റേറ്റ് ചെയ്തു. ഒരു 10 ഞാൻ കയ്യിലുണ്ട്, പിന്നെ എനിക്ക് എണ്ണ തീർക്കാൻ പറ്റിയില്ല. സേതുപതി കിടിലം കേട്ടോ, അടിപൊളി കേട്ടോ. വിജയ് സേതുപതി, ഈ കുടശനാട് കനകം ചേച്ചി, അതൊക്കെ റയറായിട്ട് ആൾക്കാർ ശബ്ദമാണ്. അല്ല, പക്ഷെ ഒരു ഫ്ലോയിൽ എല്ലാ ആർട്ടിസ്റ്റ് ഓർത്ത് നമുക്ക് ആ ഒരു ഫ്ലോയിൽ ഒരു സ്ക്രിപ്റ്റ് ചെയ്യാ, വോയിസ് മോഡുലേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. വെരി വെൽ, വെരി ബ്യൂട്ടിഫുൾ. സൂപ്പർ. ശരി, നമുക്കപ്പോ സ്കിറ്റ് കണ്ടാലോ? ആദ്യം തന്നെ ചിരിക്കാൻ റെഡി ആയിക്കോ. ആയിക്കോട്ടെ. ഹാപ്പിനെസ് ആണ് എല്ലാത്തിനും ബെസ്റ്റ്. ചിരിക്കാം. അല്ല, അതെ, ആ സാധാരണ ഈ സമയത്ത് അമ്പിളിക്കുട്ടനല്ലേ വരേണ്ടത്? അതെ, അമ്പിളിക്കുട്ടനാണ് വരേണ്ടത്. അപ്പൊ അമ്പിളിക്കുട്ടൻ എവിടെ? അമ്പിളിക്കുട്ടന്റെ കാര്യം നീ അറിഞ്ഞില്ലേ? ഇല്ല, അതല്ലേ ഇത് ചോദിച്ചു. ആരും അറിഞ്ഞില്ല, ചേച്ചിക്ക് അറിഞ്ഞില്ല. ആ ദിവസം മൂപ്പര് എന്തോ കട്ടിട്ട് പോയ ആളാണ്. അത് കഴിഞ്ഞ പിന്നെ എന്താ? അല്ല, അത് കഴിഞ്ഞ് അമ്പിളിക്കുട്ടന് ഒരു ലക്കി ഡ്രോ കിട്ടി. അത് പിന്നെ അമ്പിളിക്കുട്ടായിരുന്നു വിന്നർ. അങ്ങനെ വിന്നർ ആയിട്ട് അത് എന്താ കിട്ടിയെന്നറിയോ? നമ്മുടെ നാസയില് പോവാ, അവിടെ ഫുൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാ, അങ്ങനത്തെ സംഭവമായിരുന്നു കിട്ടി. അങ്ങനെ നാസയിലെത്തി. അവിടെ ചെന്നിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ എന്തോ മണ്ടത്തരം അവിടെ കാണിച്ചു. അവിടെ ഒരു റോക്കറ്റ് ഉണ്ടായിരുന്നു. ഈ ചൊവ്വയിലേക്ക് അവര് വിടാൻ വേണ്ടി വെച്ചിരുന്ന ഒരു റോക്കറ്റ് ഉണ്ടായിരുന്നു. സാധാരണ ഇവിടെ എൻട്രി വരുന്നത് എങ്ങനെ? ഈ ഡോർ തുറന്നൊക്കെ അല്ലേ എൻട്രി വരുന്നത്. അതുപോലെ ഒരു ഡോറ് കണ്ടു, പുള്ളിക്കാരൻ അതിന്റെ ഉള്ളിൽ കയറി. അത് റോക്കറ്റ് ആണെന്ന് പിന്നെയാണ് മനസ്സിലായത്. അത് ചൊവ്വയിലേക്ക് അവരങ്ങ് വിട്ടിട്ടുണ്ട്. ദോഷം മാറും ചേട്ടാ. അപ്പൊ അമ്പിളിക്കുട്ടൻ നേരെ ചൊവ്വ ചെന്നാണോ? ചൊവ്വ ചുക്കറിനാക്കോ? ദോഷവും പാവത്തില്ലല്ലേ? ആ ശരിയല്ലേ, അമ്പിളിക്കുട്ടൻ ഭയങ്കര പാവമായിരുന്നു. അമ്പിളിക്കുട്ടല്ല, പിന്നെ ഈ നാസയിലെ ശാസ്ത്രജ്ഞന്മാര്. കാര്യം അവരെല്ലാരും ജോലി പോവും. അങ്ങനെ ഉറപ്പല്ലേ? അമ്പിളിക്കുട്ടല്ലേ പോയേക്കളാ. എന്നാൽ ഈ അമ്പിളിക്കുട്ടേ അവിടെ പോയി എന്ത് ചെയ്യുമായിരിക്കും? വെള്ളാരപ്പൂമലമേലെ ആകാശത്തെ മൂടി കൂടി മുകിലാരപ്പട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ, ഓണത്താറാടി വരുന്നേ. എനിക്ക് വയ്യതൊന്നും വിരിക്കാൻ. ഏതോ ഒരു ഗ്രഹത്തിൽ നിന്ന് ഒരു ചെണ്ടിയുടെ വന്നിട്ട് അമ്പിളിക്കുട്ടായി എന്റെ തലയിൽ തന്നെ ഒന്ന് ചാടി തന്നല്ലോ ദൈവമേ. ഞാൻ ഇപ്പൊ അവന്റെ തുണി കഴുകണം, അവന്റെ ആഹാരം ഉണ്ടാക്കണം, കട്ടൻ ചായ വേണം. അവന് ഇവിടെ കറങ്ങാൻ പോയിരിക്കാണ് ചുറ്റി. എവിടെ പോയിരുന്നോടാ? ബിവറേജ് അപ്പി പോയത്. ബിവറേജാ? ഇവിടെ ഇല്ലേ ബിവറേജ് അപ്പി എന്തിന്? മദ്യപിക്കാൻ. ഇവിടെ മദ്യമൊന്നുമില്ല, ഇവിടെ മദ്യം കിട്ടത്തില്ല. നമുക്കെല്ലാം മദ്യം അങ്ങനെ കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾ ലഹരി ഉപയോഗിക്കൂലേ? ഞങ്ങൾക്ക് ഇവിടെ ലഹരി എന്ന് പറഞ്ഞാൽ ആകെ ഒന്നേ ഉള്ളൂ. അതായത് ആ കിടന്ന പാറകൾ കണ്ട് അത് പൊടിച്ച് മണൽത്തരി പോലെ ഞങ്ങൾ ആക്കും. എന്നിട്ട് ആ മണൽത്തരി ആ തരിയോടുകൂടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മൂക്കിൽ വലിച്ചു കയറ്റും. അതാണ് ലഹരി. അപ്പൊ ചെറിയ കുഴപ്പമൊന്നുമല്ല. പിന്നെ ഇങ്ങനെ കറങ്ങി നടക്കില്ല. നാണമില്ല ഇങ്ങനെ നടക്കാൻ. എന്ത്? ഒരു ജട്ടിയൊക്കെ എടുത്തിട്ട്. ഞങ്ങൾ അന്യഗ്രഹ ജീവികളാണ്, ഞങ്ങൾ ചട്ടിയിടില്ല. അന്യഗ്രഹ ജീവികള് ചട്ടിയിടില്ല. അതാണ് നമ്മൾ പത്രത്തിൽ വായിച്ചത്. എന്തോന്ന്? ഈ അമേരിക്കൻ ഒരു കണ്ടുപിടുത്തമുണ്ടായിരുന്നു. ഭൂമിയിലെ നമ്മള് മനുഷ്യർക്കിടയിൽ അന്യഗ്രഹ ജീവികൾ ഒളിച്ചിരിപ്പുണ്ടെന്ന്. എന്റെ മാമ അപ്പൊ അന്യഗ്രഹ ജീവിയാ. അതെങ്ങനെ മനസ്സിലായി? പുള്ളി ചട്ടിയിടില്ല. പുള്ളി ഇപ്പൊ എവിടാ? ജയിലിൽ. ജയിലില്ല? എന്തിനു ജയിലിൽ പോയത്? ഞങ്ങൾ അവിടുത്തെ നിയമമൊക്കെ ഭയങ്കര കർശനമായ നിയമങ്ങൾ, ഭയങ്കര നിയമമാണ്. അപ്പൊ ഈ ട്രാഫിക് നിയമം തെറ്റിച്ച് അത്രേ ഉള്ളൂ. ട്രാഫിക് നിയമം തെറ്റിച്ചതിനാ ജയിലിൽ പിടിച്ചിട്ടത്. ഭയങ്കര നിയമങ്ങളാണ്. എന്ത് ട്രാഫിക് നിയമമാണ് മാമൻ തെറ്റിച്ചത്? ഇമ്മോറൽ ട്രാഫിക് നിയമം. ജയിലിടിച്ചാലും വെളിയിറക്കുന്ന ആളുകൾ പറയുന്നു. വേറൊരു കാര്യമുണ്ട്, കിടക്കെട്ട് കുറച്ചാള്. കാര്യം എന്ത്? 12 മക്കളുണ്ട്. ഇതുവരെ കഴിഞ്ഞില്ലേ? അതന്നെ നാട്ടുകാർ മാമന്റെ അടുത്ത് ചോദിക്കുന്നത്. അതല്ല ചോദിച്ചത്, ഇത് തിന്നു കഴിഞ്ഞില്ലേന്ന്. ഇത് കൊള്ളത്തില്ല. അവരൊന്നും പറഞ്ഞോണ്ട് നിൽക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടുത്തെ നിയമമൊക്കെ ഭയങ്കര ഇതാണ്. ഓ, കർശനമായ നിയമങ്ങളല്ലേ ഇവിടെ? നിയമമുണ്ട്. ഇവിടെ സിഗരറ്റ് വലിച്ച വലിയ പ്രശ്നമുണ്ടോ? സിഗരറ്റ് വലിച്ചു ഞാൻ സിഗരറ്റ് വലിക്കുന്ന ഏലിയന്റെ വാല് കട്ട് ചെയ്ത് കളയും. എനിക്ക് വാലില്ലല്ലോ. വാലെനിക്ക് കട്ട് ചെയ്യാൻ പാകത്തിന് എന്തെങ്കിലും മതി. പോകുന്നവരെ വലിക്കാതിരിക്കുന്ന വേണ്ട എനിക്ക്. അമ്പിളിക്കുട്ടാ, ഞാൻ ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ലേ? നീ ഇവിടത്തെ ഇങ്ങനെ കിടന്ന് കറങ്ങാതെ. ഇവിടെ ആരിയ്ക്കുന്നു കാണാൻ? ആരുമില്ല. നീ നിന്റെ സ്വന്തം നാട്ടിലോട്ട് പോ. നാട്ടിൽ പോകാൻ പറ്റത്തില്ലെന്ന്. അതെന്ത്? എന്റെ ഭാര്യ ഞാനോട്ട് ശരിയാവത്തില്ല. ഭാര്യമായിട്ട് എന്ത് പ്രശ്നം? അവള് വൈകുന്നേരം ആവുമ്പോ കണ്ട ഷാപ്പിലും ബാറിലും ഒക്കെ കയറി ഇറങ്ങി നടക്കും. വൈകുന്നേരം ഭാര്യ മദ്യവെക്കോ? ഒരു തുള്ളിയോലും കുടിക്കൂല. പിന്നെ നിന്റെ ബാറിലും ഷാപ്പിലും കയറി ഇറങ്ങി നടക്കുന്ന എന്നെ തപ്പി വരുന്നു. ആടിച്ചവിടെ കിടക്കാം. അവളെ ഒന്ന് എടുത്തോണ്ട് വന്ന. ഇപ്പൊ അവളെ ഇടയ്ക്ക് എന്റെ അടുത്ത് പറഞ്ഞു അവൾക്ക് ഡിവോഴ്സ് വേണമെന്ന്. എന്നിട്ട് കൊടുത്തിയാ 3 ഡിവോഴ്സ്. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇളയ ഡിവോഴ്സ് തൊട്ടിൽ കിടക്കുന്നു. 1.5 വയസ്സായിരുന്നു.
നിങ്ങൾ കല്യാണം ഒന്നും കഴിച്ചില്ലേ? ഞങ്ങളുടെ ഈ ഗ്രഹത്തില് കല്യാണം എന്നുള്ള സമ്പ്രദായമേ ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെ കുട്ടികളുണ്ടാവും? അതിനൊരു മാർഗമുണ്ട്, പറഞ്ഞുതരാം. തിലായി എന്നൊരു സമ്പ്രദായം ഉണ്ട്. തിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏലിയൻ സ്ത്രീ പ്രസവിച്ചതിന് ശേഷമാണ് ഒരു ഏലിയൻ പയ്യനെ കണ്ടുപിടിച്ച് കെട്ടിക്കുന്നത്. അതാണ് തിലായി എന്ന സമ്പ്രദായം. ഇതാണ് ഞങ്ങളെ നാട്ടിലും ഉണ്ട്. എന്തോന്ന് തിലായി? എന്റെ ചേട്ടൻ അങ്ങനെയല്ലേ കെട്ടിയത്? ഒരു കൊച്ചുള്ള പെണ്ണിനാണ് ചേട്ടൻ കെട്ടിയത്. അതിന് നിങ്ങൾ തിലായി എന്നാണ് പറയണേ? തലയിലായി എന്ന് പറയും. അതൊക്കെയാണ് ഇവിടത്തെ കാര്യങ്ങൾ. നീ ഒരു കാര്യം ചെയ്യും, വേറൊന്നും കൊണ്ട് പറയല്ല. നിങ്ങളുടെ നാട് ഈ ഭൂമി എന്ന് പറഞ്ഞാൽ പല ഏലിയന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നല്ല സുന്ദരമാണ്. കേരളത്തിലാണെങ്കിൽ ഏറ്റവും നല്ല പുഴകൾ, മലകൾ, അങ്ങനെയൊക്കെ ഏലിയന്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട് മടുത്ത്. ഞങ്ങൾക്ക് ബോറടിക്കും. ബോറടിക്കുമെന്ന്? ഭയങ്കര ബോറടിയാ. ബോറടിക്കുമ്പോ എന്തോന്നി ഇപ്പൊ പിന്നെ ബോറടി മാത്രം എന്തെല്ലാം ടെക്നിക്ക് ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ? നല്ല ബോറടി വെച്ച് പഞ്ചസാര വാരി ഇങ്ങനെ തറയിലിടും. അപ്പൊ ഒരു ഉറുമ്പ് വരും. ഉറുമ്പ് നോക്കും, ഹൈ പഞ്ചസാര. ബാക്കിയുള്ളവരെ വിളിക്കാൻ വേണ്ടി പോവില്ലേ, ഞാൻ പഞ്ചസാര എല്ലാം തൂത്തോട്ട് ദൂരെ കളയും. അപ്പൊ ഈ ഉറുമ്പ് വരിയായിട്ട് വരും. അവിടെ പഞ്ചസാര ഇല്ല. ഏറ്റവും പുറകിൽ ഉറുമ്പ് പറയും, ആ തെണ്ടി കള്ളം പറഞ്ഞ അടിയടാ അവനെ. എല്ലാവരും അവനെ അടിക്കും. അപ്പൊ എനിക്ക് ഉറുമ്പിന് പോലും സൗകര്യം കൊടുക്കുന്നില്ലല്ലോടാ. എടാ സത്യം പറഞ്ഞാൽ എനിക്കാണെങ്കിൽ നിങ്ങളുടെ നാട്ടിലേക്ക് ഒന്ന് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു ദിവസം അങ്ങോട്ട് വാ. ഞാൻ ഇതും പറ്റോണ്ടാ? ഇത്രയും സുന്ദരമായ മുഖം എന്ന് വെച്ചാൽ നിന്നെ അവിടെ താമസിക്കാൻ സമ്മതിച്ചില്ല. പിന്നെ കുഴപ്പമില്ലെന്ന് നമുക്ക് പ്ലാസ്റ്റിക് സർജറി ഇത് മാറ്റായത്. പ്ലാസ്റ്റിക് സർജറി നീ ചെയ്തിട്ടുണ്ടാ? ഞാൻ ഇടയ്ക്ക് ചെയ്തായിരുന്നു സുന്ദരനാവാൻ വേണ്ടി. അങ്ങനെയാണ് ഈ സൗന്ദര്യം. എന്താണ് എഴുതി വെച്ചേക്കുന്നത്? RKB ടെക്സ്റ്റൈൽസ് കല്ലമ്പലം. അത് ഞാൻ പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ പോയപ്പോഴേ ആശുപത്രിയിൽ സർജറി ചെയ്യാനുള്ള പ്ലാസ്റ്റിക് തീർന്നു പോയി. പിന്നെ എന്റെ ഇരുന്ന തുണിക്കടയുടെ പ്ലാസ്റ്റിക് കവർ മേടിച്ച് ഉരുക്കി. എനിക്കൊന്നും വേണ്ട കേട്ടാ. നിനക്ക് സത്യം പറഞ്ഞ ഭൂമിയിൽ എന്തായിരുന്നു ജോലി? ഭൂമിയിൽ അവിടെ അമൃത TV എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അവിടെ ഞാൻ കോമഡി ചെയ്യായിരുന്നു. അവിടെ കോമഡി മാസ്റ്റേഴ്സ് അങ്ങനെ പരിപാടി ഉണ്ടാ? എന്റെ ടീമാണ് അവിടുത്തെ ഏറ്റവും സൂപ്പർ ടീം. സൂപ്പർ ടീമാ? പിന്നെ അവിടുത്തെ ഏറ്റവും കിളിയൻ ടീം. ഏറ്റവും കൂടിയ പൈസ 1.5 ലക്ഷം രൂപ അടിച്ചവനായി അമ്പിളിക്കുട്ടി. ഈ ഗ്രഹത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ഒന്ന് നുണ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സൗണ്ട് കേൾക്കും. നിനക്ക് എത്ര അടിച്ചെന്ന് പറഞ്ഞ? 20,000. സത്യം പറയടേ. 5,000. 10 വയസ്സതില്ലേ പടരിക്ക് അടിയെന്നു പറഞ്ഞു വിട്ടോ. എങ്കിലും കല്ലിറങ്ങിയില്ലേ. ഒരു കാര്യം ചെയ്യും, നിനക്ക് വേണ്ടി ഞാൻ ഒരു ഉപകാരം ചെയ്യാം. സത്യമായിട്ട് നിനക്ക് നിന്റെ ഭൂമിയിൽ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ്. നീ ഇവിടെ എന്നാ ശരിയാവൂല്ലോ, ഇവിടെ വലിയ വിഷയങ്ങൾ കിടക്കും. എന്നെ കൂടെ ഇന്ന് പുറത്താക്കും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് ഒരു 7 ഏലിയനെ കെട്ടി നെപ്റ്റ്യൂണിലേക്ക് ഒരു പേടകം പോകുന്നുണ്ട്. നിനക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ ഭൂമി വഴി തിരിച്ചു വിടാം. പക്ഷെ ഒരു കാര്യം, കഷ്ടിച്ചര പറഞ്ഞാൽ നീന്തണം. നെപ്റ്റ്യൂൺ പോലീസിന്റെ കണ്ണിലവന് പെട്ടാലോ? നെപ്റ്റ്യൂൺ പോലീസ് ഇല്ലാത്ത ഒരുപാട് കറപ്പുഴങ്ങൾ നമുക്കറിയാം. വേണമെങ്കിൽ നമ്മൾ കൊണ്ടുപോയി 2 വാക്ക് പഠിച്ചാൽ മതി. അസ്സലാമു അലൈക്കും അലൈക്കും വലൈക്കും വലൈക്കും അസ്സലാം. മതി. ഇട്ട് വേറെ റൂട്ടിൽ പോണി. അല്ലത് നീ ഏലിയനാണ്. അപ്പൊ ഞാൻ നെപ്റ്റ്യൂണിൽ കൊണ്ടിറക്കാം. അപ്പൊ പോവാൻ പറ്റുമോ? അത് ഞാൻ ചോദിക്കട്ടെ, നീ അവിടെ നിന്ന് വന്നപ്പോ അവിടെയുള്ള ആൾക്കാർക്ക് നിന്നെ മിസ് ചെയ്യില്ലേ? നിനക്ക് അവരെ മിസ് ചെയ്യുന്നില്ലേ? എനിക്ക് അവരെ മിസ് ചെയ്യത്തൊന്നുമില്ല. അവർക്ക് എന്നെ കാണാതെ ഇരിക്കാൻ ഒക്കില്ല അവിടെ. അവിടെ ശ്രീവിദ്യ, നോബി എന്നെ കാണാതെ ഇരിക്കപ്പുറത്തില്ല. ഭയങ്കര ഇഷ്ടമാണ് എന്നെ. ഭയങ്കര. ഞാനെന്ന് മരിക്കോ അവര്. അയ്യോ, എന്നാ പിന്നെ അവരെ വിളിച്ച് സംസാരിക്കും. വിളിക്കാൻ ഫോണൊന്നും ഇല്ല എന്റെ. ഇടേ എന്റെ തലയിൽ തൂങ്ങി കിടക്കുന്നുണ്ടാ, ഇതൊക്കെ സാറ്റലൈറ്റ് ആണ്. നിനക്ക് ആരെ വിളിക്കണമെന്ന് ഇതിൽ കൂടെ ഒന്ന് പറഞ്ഞാൽ മതി. നേരെ കണക്ട് ചെയ്ത് അവരെ ഫോണിലേക്ക് പോകും. പിടിച്ച് സംസാരിച്ചോ. അതിലേ പിടിക്കാവൂ. റിങ്ങിയാണ് സൗണ്ട് കേട്ടാ, സംസാരിച്ചോ. ഹലോ ഹലോ, നോവിളിയാ? ഞാനാണ് അമ്പിളിക്കുട്ടായി. അമ്പിളിക്കുട്ടായി. അമ്പിളിക്കുട്ടാ, നീ എവിടെയാണത്? ഞാൻ ചൊവ്വയില്. ഇങ്ങനെ പറയണേട്ട് നീ എങ്ങനെ ചൊവ്വയിലാണോ പോയെന്ന്? എനിക്ക് മനസ്സിലായടാ. നിങ്ങളൊക്കെ എന്നെ കാണാതെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുക. ഞാൻ അങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട്. തന്നെ? ഉണ്ട്. ചൊവ്വയിൽ വേറെ ആരുണ്ടാ? എന്റെ അടുത്ത് ഏലിയൻ മാമൻ. ഏലിയൻ മാമനാ? ഇടാ ഏലിയൻ. അതെ, അങ്ങനെ ഇവിടെ ഉണ്ട്. അടുത്തുണ്ടാ? അടുത്തുണ്ട്. ഒന്ന് കൊടുക്കോ? കൊടുക്കണ്ട, നീ സംസാരിച്ചാ മതി, കിട്ടിക്കോളും. ഇല്ലടാ, നീ ഞാൻ സംസാരിക്കട്ടെ. ഞങ്ങൾ അവിടുത്തെ. ഹലോ ഹലോ, എലിയാസറോമാ. പറയൂ. പിന്നെ അവന് കേക്കാമോ? കേട്ടൂടെ, പറഞ്ഞോ. സ്പീക്കർ ഫോൺ അല്ല. ഒരു കാര്യം ചെയ്യണം. ഞങ്ങള് കഷ്ടപ്പെട്ടാണ് ഇവൻ ഇവിടെ നിന്ന് ഓടിച്ചത്. ഇവൻ ഇവിടെ നിന്ന് ഓടിക്കാൻ പെട്ട വേല പലരും ശ്രമിച്ചു. പക്ഷെ അബദ്ധത്തിൽ എങ്ങനെ അവ അവിടെ എത്തി. നിങ്ങൾ സകല സന്നാഹം ഉപയോഗിച്ച് അവൻ അവിടെ തന്നെ പിടിച്ചേർത്തണം. ഇങ്ങോട്ട് വിടരുത്. വിടരുതേ. വിടല്ലേ എന്റെ പൊന്നെ. ഭൂമിയിൽ വരുമ്പോഴേക്ക് കാണാം കേട്ടോ. കാണാം. അമ്പിളിക്കുട്ടാ, അപ്പൊ നീ വഴിതെറ്റി വന്നതല്ല. പിന്നെ അവര് നിന്നെ വഴി തെറ്റിച്ച് വിട്ടതാണല്ലേ? എടാ, നിന്നെ അങ്ങോട്ട് തിരിച്ചു വിടരുതെന്ന്. ഇവിടെ പോവാൻ പറ്റിയാലല്ലേ നിനക്ക്? ഒരു കാര്യം ചെയ്യും,
ഇനി നിങ്ങൾക്ക് നമ്മുടെ രീതികൾ അറിഞ്ഞുകൂടാത്തോണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇതിന്റെ അവസാനം ഒരു സംഭവം ഉണ്ട്. നിങ്ങൾ ഏന്ന് പറയണം. ഞാൻ ഏന്ന് പറയുന്നില്ല. ഏന്ന് പറ. ഞാൻ പറയില്ല. ഒരു വട്ടം പറ. ഒരു വട്ടം പോലും പറയില്ലെന്ന്. ഇല്ല. നീ എന്നെ ഇടി. ഇടി. ആ ചേച്ചി, നമ്മൾ ഈ സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഫ്രീക്ക് ഡ്രസ് ഒക്കെ ഇട്ടിട്ട് അവര് ഭയങ്കര ഒരു ട്രെൻഡ് പരിപാടി ഇട്ടിരിക്കുന്നത്. ചേച്ചി, അപ്പൊ അങ്ങനെ നിൽക്കുമ്പോ നിങ്ങൾക്ക് ഒരു പബ്ബിൽ പോണം, പാർട്ടിക്ക് കൂടണം എന്നൊക്കെ ഒരു മൂഡ് എല്ലാവരുടെ ഉള്ളില് കുറച്ചു നേരമായി തോന്നില്ല നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോ. എന്നാൽ നിങ്ങളുടെയൊക്കെ മനസ്സിലെ ആ മോഹം നമ്മൾ ഈ ഫ്ലോറിൽ പൂണിയാൻ പോവാണ്. കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ ഫ്ലോർ ഒരു പബ്ബാകുന്നു. നമ്മളൊരു പാർട്ടി വൈബിലേക്ക് പോകുന്നു. കുറച്ച് എൻജോയ് ചെയ്യാൻ പോകുന്നു. DJ കാണാൻ പോകുന്നു. കുറെ ജെൻസിയൊക്കെ നമ്മൾ കാണാൻ പോവാണ്. അങ്ങനെ നമ്മളെ കൊണ്ടുപോകാൻ ഇവിടെ വരുന്ന ആരാന്നറിയോ? പറഞ്ഞാ ഞെട്ടും. പടക്കം പൊട്ടുന്ന ടീമാണ്. വന്നിറങ്ങി കഴിഞ്ഞാൽ 50 കൊണ്ടേ വലക്കും. അങ്ങനത്തെ ടീം. വിഷ്ണുപ്രിയ, ഷജീർ, പിന്നെ നമ്മുടെ പുതിയ മെമ്പർ സുബിൻ. നിങ്ങൾ ചാർജ് ആയ ചേച്ചി അങ്ങ് ഓണാക്കി തേച്ചി. ബാറ്ററി ഓൺ ഓണായി. ബാറ്ററി ഓണായ. അപ്പൊ ഇനി അങ്ങോട്ട് നമ്മുടെ ഫ്ലോറ് പാർട്ടി പബ് ഫുൾ ഓൺ. എന്ത് സീനാട്ടിത്? എന്താടാ നീ എന്തിനാ ഇപ്പൊ ഡാൻസ് കളിക്കണത്? നിന്റെ ഭാവി പറഞ്ഞ് പബ്ബിൽ വരാൻ തൊട്ടിക്ക് എവിടെയാണ് അവൻ? നീ ഭാവി പറഞ്ഞത് ഫിക്സ് ചെയ്താ? എന്റെ പാരന്റ്സ് അത് സെറ്റ് ചെയ്തു വിചാരിച്ച് ഞാനും അവനും കൂടി ഒരു മാച്ചില്ലടാ, ഒരു വൈബില്ലടാ. നീ കണ്ടായിരുന്ന ചെക്കന് സെറ്റില്ലടാ. നീ എന്റെ ആരാടാ? ബെസ്റ്റ് ആണല്ലോ. എന്റെ കല്യാണം മുടക്കണ്ട ആരാടാ? ആണല്ലോ. അപ്പൊ നീ വേണം എന്റെ കല്യാണം മുടക്കാൻ. നിനക്ക് ഇഷ്ടപ്പെടാത്ത കല്യാണം ഞാൻ നടത്തിക്കില്ല. ഞാനൊരു കാര്യം പറയാം, അവൻ ഇവിടെ വരും, നീ എന്നെ വിളിച്ചേക്കണം. എനിക്ക് ചെറിയൊരു പൂജയുണ്ട്. അല്ലടി DJ. എന്നെ കെട്ടാൻ വേണ്ടി വന്നാരാന്നറിയോ? ഒരു ലോലൻ. ആ ലോലൻ ഇനി ഏതുപോലെ തൂങ്ങി വരുമോ എന്തോ. എന്തു പറഞ്ഞാലും നിന്ന് വലിക്കാതെ ഇങ്ങ് കേറി കുച്ചു. കുതിര ഇത്. അല്ല എന്താ വിളി? എന്താ വിളിക്കണ്ടെന്ന് അറിയാത്തോണ്ടാണ്. കുഞ്ഞേട്ടാന്ന് വിളിച്ചാ മതി. കുഞ്ഞേട്ടൻ എന്താ വരാൻ വൈകിയേ? നീ എന്നോട് എവിടെ നിൽക്കാനാണ് പറഞ്ഞത്? പബ്ബില്. ഞാൻ നിന്നെ നോക്കി കൊറേ നേരം അവിടെ നിന്ന്. അവസാനം നീ വരാണ്ടായപ്പോഴല്ലോ 5 ലോറിക്കും 6 സ്കൂട്ടറിനും പെട്രോൾ അടിച്ചത് ഞാൻ അവിടെ വന്നത്. ഞാൻ പബ്ബിൽ വരാനല്ല പറഞ്ഞത്, പബ്ബിൽ വരാനല്ലേ. പബ്ബിലാണെങ്കിൽ പബ്ബിൽ പറഞ്ഞാൽ ഞാൻ എങ്ങനെ വരാനാണ്? എന്താണ് ഈ പടക്കം പൊട്ടിക്കണ്ട് പറ. അല്ല, ഇത്രയും ധൃതിപ്പെട്ടോണ്ട് വരാൻ പറഞ്ഞ കാര്യം എന്താ? കാര്യം എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന എന്റെ അച്ഛനും അമ്മയാണെങ്കിലും എന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേറൊരാളുണ്ട്. അതാരാ? എന്റെ ബെസ്റ്റി. അത് നമ്മൾ പാട്ടിടുന്ന സമയത്ത് ഇപ്പൊ തെറ്റുന്ന സാധനമല്ലേ? അത് കോപ്പിറൈറ്റ്, ഇത് കോപ്പിറൈറ്റ്. ഹലോ, നമോ ഭാഗം. ഇവരെന്നെ ഭാഗം വെക്കാൻ വന്നാണ്. എനിക്കറിയാൻ പാടില്ല. എന്ന് പരിചയപ്പെടാൻ അവന്റെ കിരിയിലാണ് കേറിയിരിക്കുന്നത്. ഒരു മിനിറ്റ് എന്താണ്? തേള് തേള്. അത് ടാറ്റു അടിച്ചേക്കണേണ്. അവന് ടാറ്റു അടിച്ചിട്ട് വേണിച്ചിട്ടില്ല, പിന്നെയാണ് ഞാൻ അടിച്ചിട്ട് വേണിക്കുന്നത്. പോയി കളിയാ. കഴിക്കൂ. വിരല് ഞാൻ കഴിക്കല. അതിനോട് കുടിക്കുവോ? എനിക്കിപ്പോ ഒന്നും വേണ്ട. അയ്യോ, അങ്ങനെ പറയാൻ പാടില്ല. ഇവിടെ വന്ന് എന്തെങ്കിലും കുടിക്കണം, അല്ലെങ്കിൽ നാണക്കേടാണ്. ആണാ? എന്നുവെച്ചാൽ കഞ്ഞിവെള്ളം തരാവാ. ഇതെന്ത് ഗവൺമെന്റ് ആശുപത്രി? അവിടെ കിട്ടൂലേ? മോര് തരാവാ. എടാ, ഇത് പബ്ബാണ്. വൈറ്റിലെ ഹബ്ബിലുണ്ടല്ലോ അതൊക്കെ. എടാ, അത് വൈറ്റിലെ ഹബ്ബ്, ഇത് പബ്ബ്. അപ്പൊ നമ്മൾ യുദ്ധത്തിന് പോകുമ്പോ അമ്പ് റോട്ടി കാണുന്നത് ഹമ്പ്. അമ്പടെ ഹമ്പാ. ഇത് മറ്റേ പ്രാവ് അടിച്ച് കേട്ടണല്ലോ. സംഭവം കേട്ടോ, നല്ല രസം. ഒന്നുകൂടി പറഞ്ഞാൽ നമുക്ക്. കുഞ്ഞുക്കൂനങ്ങ് വന്നേ. കുഞ്ഞിക്കൂനല്ല, കുഞ്ഞിക്കുട്ടൻ. കുഞ്ഞുകുട്ടൻ കാര്യം പറ. വൈൻ അടിക്കുവോ? 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ചിന്നു എന്ന് പറഞ്ഞ കുട്ടിയായിട്ടുണ്ടായിരുന്നു. 8ാം ക്ലാസ്സിൽ പോയപ്പോ നിർത്തി. എന്ത്? ലൈൻ അടിക്കുമെന്ന് ചോദിച്ചു. വൈൻ അടിക്കുമെന്ന് ചോദിച്ചത്? അച്ഛനടിക്കും. നമ്മുടെ കള്ളോ? അതല്ലെന്ന്, ഞാൻ വൈൻ അടിച്ച എന്റെ അച്ഛനെ അടിക്കും.
ഒരു കാര്യം ഞാൻ പറയാം, ഇവൻ നിനക്ക് സെറ്റ് ആവൂല കേട്ടോ. ഞാൻ വേറൊരു റൂട്ട് കണ്ടിട്ടുണ്ട് ചേട്ടാ. അവനിട്ടേക്കണ ജാക്കറ്റ് ഇങ്ങനെ കൊള്ളാമോ? ചേരൂല, കൊള്ളൂല. അതുപോലെയാണ് നമ്മ തമ്മിൽ ചേരില്ല, കൊള്ളില്ല. ചേട്ടന് ഫേസ്ബുക്ക് ഉണ്ടാ? ഫേസ്ബുക്കില്ല, ഇൻസ്റ്റാഗ്രാം ഉണ്ടാ? ഇൻസ്റ്റാഗ്രാമില്ല. ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ വേറെ എന്താ ഉള്ളത്? എനിക്ക് യൂട്യൂബ് ഉണ്ട്, അതിനകത്ത് 30 സർപ്പക്കാവുണ്ട്. നമ്മൾ വെല്ലി കുത്തി ആളെ കൂട്ടില്ലേ? കല്ലിക്കുത്തി ആളെ കൂട്ടില്ലെന്നാ? വെല്ലി കുത്തിട്ട് ആളെ കൂട്ടൂലേ? ദൈവമേ, സബ്സ്ക്രൈബിന് പറയണ കേട്ടോ. സബ്സ്ക്രൈബ് അത്ര എനിക്ക് ഉണ്ടായിട്ട് പോലും ഇവിടെ എന്തെടുത്ത് പറഞ്ഞ കേട്ടാ നിങ്ങൾ തമ്മിൽ സെറ്റ് ആവൂലടാ. അങ്ങനെ പറയല്ല, ഞാൻ ഉണ്ടല്ലോ എന്റെ കല്യാണത്തിനെ കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളായിട്ട് ഇരിക്കുന്ന ആളാ ഞാൻ. കേട്ടടി, നിന്റെ കല്യാണത്തെ കുറിച്ച് ഒരുപാട് സങ്കല്പം ഉണ്ട് അവന്. കല്യാണം മുടക്കാനാ പറഞ്ഞത്. അളിയാ, നിന്റെ കല്യാണത്തെ കുറിച്ച് എന്താ നിന്റെ സങ്കല്പം? എല്ലാ ആണുങ്ങളെ പോലുള്ള സങ്കല്പങ്ങൾ തന്നെയാണ് എനിക്കുള്ളത്. നിന്റെ സങ്കല്പം എന്നാ ഇവിടെ തുറന്ന് പറ. ഞങ്ങളുടെ കെട്ട് കഴിഞ്ഞാണ്ടല്ലോ, അപ്പൊ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി പറയണ 4 കൂട്ടം പായസം, സാമ്പാർ, അവിയല്, പച്ചടി, കിച്ചടി. പഴത്തിന്റെ ആവശ്യമില്ല കേട്ടോ. എന്താ പപ്പടം? എനിക്ക് 24 മണിക്കൂർ പപ്പടം വേണം. രാവിലെ പപ്പടം വേണം, ഉച്ചയ്ക്ക് പപ്പടം വേണം, വൈകിട്ട് ചായക്ക് പപ്പടം വേണം, രാത്രി പപ്പടം വേണം. ഈ പപ്പടം തിന്നിട്ട് എന്ത് കാണിക്കാനാണ്? പപ്പടം തിന്നാനല്ല, ഈ പപ്പടം പൊടിക്കുമ്പോൾ സൗണ്ടില്ലേ നല്ല രസം കേൾക്കാനായിട്ട്. ചേട്ടന് ശരിക്കേ കല്യാണമല്ല കഴിക്കേണ്ടത്, നല്ല സദ്യയാണ് കഴിക്കേണ്ടത്. എന്താണ് ഇവിടെ ഇങ്ങനെ പറയണത്? അവൾക്ക് നിനക്ക് വേണ്ടെങ്കിൽ നീ പോടാ. ഇതാരാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞാലും? ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ മൊത്തം തീരുമാനിക്കുന്നത് ഞാനാണ്. നിങ്ങൾ ഏത് സമയത്ത് ഇരിക്കണം, ഏത് സമയത്ത് കിടക്കണം, ഏത് സമയത്ത് നിൽക്കണം, നിങ്ങളുടെ സമയം തീരുമാനിക്കുന്നത് ഞാനാണ്. കണിയാനാണല്ലേ? അല്ല, ഇപ്പൊ ഞാൻ ബസ്സിൽ എവിടെയെങ്കിലും യാത്ര പോകണം, അവിടെ എന്റെ കൂടെ ഇവനുണ്ടാവും. ഞങ്ങള് പിന്നെ ഐസ്ക്രീം പാർലറിൽ പോയാൽ അവിടെ ഇവനുണ്ടാവും. ഞങ്ങള് തിയേറ്ററിൽ പോയാൽ അവിടെ ഇവനുണ്ടാവും. എന്തിനു പറയണം, നിങ്ങളുടെ ബെഡ്റൂമിന്റെ കട്ടിലിന് വരെ ഞാനുണ്ട്. മൂട്ടല്ല, അട്ടനെ പിടിച്ച് മെത്തക്കെടുത്തിട്ട് കാര്യമില്ലടാ. ഞാൻ ഒന്നും കൂടി അവനെ ഒന്ന് ഗ്രൂം ചെയ്തട്ടെ, എന്തെങ്കിലും കണ്ടന്റ് കിട്ടുമോ? നമ്മുടെ കണ്ടന്റ് പോവരുതേ. നീ ഇവളുമായിട്ട് കല്യാണം കഴിഞ്ഞില്ല. ഇപ്പൊ അത് പറഞ്ഞപ്പോ അവൾക്കൊരു പ്ലിഞ്ഞാസം പോലെ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ ആദ്യ രാത്രി നല്ല മഴ, നല്ല കാറ്റ്, പിന്നെ നല്ല ഇടിവെട്ടും. നീ എന്ത് ചെയ്യും? എന്താ നൂല് പൊട്ടിയ പട്ടം പോണൂലുണ്ടല്ലോ. നീ പറയണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് അങ്ങോട്ട് നോക്കാൻ പറ. നീ പറയണ ആ 5 പേരോട് കൂടി ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറയും. നിങ്ങൾ 5 പേര് അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാം. കടം കണ്ടിട്ട് നോക്കണം. ഓട്ടക്കണ്ണ് പറയട്ടെ. കുതിരേ നാണം കൊണ്ട് കളം വരക്കണതാ. ഇപ്പൊ കിണറൂത്തിയല്ല. എന്താ സുന്ദരക്കില്ലാടി നീ പറയണോന്ന് പറയട്ടെ. ഞങ്ങൾ രാത്രി ഇങ്ങനെ കിടക്കായിരിക്കുമല്ലോ, ആ സമയത്ത് ഞാൻ ഇവളെങ്ങനെ പിടിക്കും. എന്നിട്ട് ഞാൻ അവളെയും കൊണ്ട് പുറത്തേക്ക് പോകും. കിടുക്ക സീന. നേരെ മഴയത്തേക്ക് അങ്ങ് ഇറങ്ങും. മഴയത്തിറങ്ങൂല, മഴ തന്നെ എനിക്ക് പനി പിടിക്കും. എന്നിട്ട് നേരെ ഹാളിൽ കാണുന്ന അച്ഛന്റെ അമ്മയുടെ റൂമിൽ കയറും. എന്നിട്ട് അച്ഛനമ്മേനെ മാറ്റി കിടത്തിയിട്ട് അച്ഛനമ്മേനെ മാറ്റി കിടത്തൂല, ഞാൻ ഇവളും കൂടി അച്ഛന്റെ അമ്മയുടെ കൂടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. അതെന്താ? എനിക്ക് ഇടി പേടിയാ. നിനക്ക് ഇടി പേടിയാണെങ്കിൽ നീ കിടന്നാ പോരെ, അവള് റൂമിൽ കിടക്കട്ടാ. എനിക്ക് നിന്നെയും പേടിയാ. എനിക്ക് പറഞ്ഞത് മനസ്സിലാവൂലേ? അവൻ പറഞ്ഞത് മനസ്സിലാവില്ല, അവൻ ഭയങ്കര സ്പീഡാണ് അവൻ. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേന്ന്? ഞാൻ പറയുമ്പോ കൊളച്ചിരി സ്ലോയാ താൻ. അപ്പൊ താൻ പറയണതാ? ഞാൻ ഭയങ്കര സ്പീഡാ. ഞാൻ എന്താ പറഞ്ഞെന്നറിയോ? അഥവാ താനിപ്പ എന്നെ കല്യാണം കഴിച്ചാലും 24 മണിക്കൂർ ഞാൻ പബ്ബിലും പാട്ടിലും ആയിരിക്കും. അതിനെന്താ ഞാൻ തന്റെ കൂടെ ഉണ്ടാവൂലേ? തനിക്ക് ഡാൻസ് കളിക്കറിയോ? ഞാൻ നിന്നെ കിട്ടാൻ വേണ്ടി ഞാൻ ഡാൻസ് വേറെ കളിക്കും. എന്നൊരു പാട്ട് ഇട്ട് കൊടുത്തരാം. കളി മ്യൂസിക്. നിർത്തിയ ഈ പാട്ടൊന്നും എനിക്ക് ദഹിക്കൂല. അതിന് ഈ പാട്ട് തിന്നാനല്ല പറഞ്ഞത്. അതല്ലെന്ന് ഞാനൊരു പണി പറയാം. ഞാൻ പാട്ട് പാടുമ്പോ നീ എന്റെ കൂടെ ഡാൻസ് കളിക്കും. ന്യൂ ജനറേഷൻ പപ്പാണ്. അത് കുഴപ്പമില്ല, ഞാൻ പാട്ട് പാടുമ്പോ എന്റെ കൂടെ ഡാൻസ് കളിക്കും. റാപ്പ് പാടിയാലടാ. എന്നാ നീ തുടങ്ങ്. റെഡി 1 2 3 സ്റ്റാർട്ട്. അച്ചു എന്റെ പെണ്ണാണ്, അച്ചു എന്റെ സൂപ്പർ പെണ്ണാണ്, അടിപൊളി പെണ്ണാണ് എന്റെ അച്ചു. അച്ചു അടിപൊളിയാ, എന്റെ സൂപ്പർ പെണ്ണ. അച്ചു എന്റെ അടിപൊളി സൂപ്പർ പെണ്ണ. അച്ചു അടിപൊളിയാണ്. അച്ചു അവളെ കണ്ടപ്പോ ഞാൻ ഞെട്ടി. എടാ, ഞാനൊരു കാര്യം പറയട്ടെ, ഇതിന് എന്റെ തലേന്ന് ഒഴിവാക്കാൻ ഞാൻ ഒരു വഴിയെ കാണുന്നുള്ളൂ. ഇത് കേട്ട് ഏതവനാണെങ്കിൽ ഇട്ടിട്ട് പോവും. നീ എന്റെ കൂടെ കട്ടക്ക് നിക്കോ? ചേട്ടാ, ചേട്ടാ, ഞാൻ പറയാൻ പോണ കാര്യം ചേട്ടൻ വ്യക്തമായിട്ട് കേക്കണം. എന്റെ കുഞ്ഞേട്ടാ. എന്താ വിളിച്ചത്? കുഞ്ഞേട്ടാന്ന്. എന്താണ് ഉച്ചക്ക് ബിരിയാണിയാണ് കഴിച്ച? കൈ പഠിപ്പിക്കുന്നുണ്ടല്ലോ. പിന്നെ നാണം കൊണ്ട് മുഖം മറച്ചതാ. കൈയൊന്ന് മാറ്റ്. എന്താണ് കാണിക്കണേ? എല്ലാത്തിനും ഒരു മറയൊക്കെ വേണ്ട. എടാ, ഇത് പബ്ബാണ്, ഇവിടെ ഒരു മറയില്ല. ഇവിടെ ഇങ്ങനെ മാറിക്കേ.
ചേട്ടാ ഞാൻ പറയാൻ പോണ കാര്യം ചേട്ടൻ വ്യക്തമായിട്ട് കേൾക്കണം. എനിക്ക് ചേട്ടനെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഈ നാറിയായിരിക്കുള്ളൂ. അല്ല, ഞാൻ 6 മാസം ഗർഭിണിയാണ് ചേട്ടാ. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ദേ നിൽക്കുന്ന ഇവനാ. അച്ഛൻ നീ, അമ്മ ഞാൻ. എനിക്കറിയില്ല, അതുകൊണ്ടാണ് ചേട്ടാ ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. എന്തേട്ടാ മൂക്കൂത്തി പിടിച്ചേക്കണ? ഇതുപോലത്തെ നാറ്റ കേസ് പറഞ്ഞ് ഞാൻ എന്ത് കാണിക്കാനായിട്ടാണ്? നിനക്ക് ആ പെണ്ണ് കാണാൻ വന്ന സമയത്തെങ്കിലും ഒരു വാക്ക് പറയാൻ പാടില്ല. അപ്പൊ ഞാൻ ഛർദിച്ച് കിടക്കുമായിരുന്നില്ല ചേട്ടാ. വരുമ്പോഴെങ്കിലും ഒരു വാക്ക് പറയാൻ പാടില്ല. എനിക്ക് ഛർദിക്കാൻ മുട്ടിയിരിക്കായിരുന്നു ചേട്ടാ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? അയ്യോ, കളിച്ചു കയറ്റ്. ആ ചേട്ടൻ എന്നെ ഇട്ടിട്ട് പോണം. എനിക്കൊരു കാര്യം മനസ്സിലായി. ഇതെന്റെ തെറ്റാണ്, മുഴുവൻ തെറ്റും എന്റെ തെറ്റാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരു കുഞ്ഞുടുപ്പും കിലുക്കാൻ പറ്റി മേടിച്ച് വരേണ്ടതായിരുന്നു. എടാ നീ കുഞ്ഞുടുപ്പം കിളിക്കാൻ പറ്റി മാത്രല്ലടാ, ഒരു പാമ്പേഴ്സ് ഒരു തൊട്ടിൽ മേടിക്കടാ. അളിയാ, ഓർമ്മിപ്പിച്ച നന്നായി കേട്ടോ. കൺഗ്രാറ്റ്സ്. എന്ത് കൊച്ചിന്റെ അച്ഛനാൻ വേണ്ടി പോവാണ്. എന്തൊക്കെയായിരുന്നു ഇവിടെ? 6 മാസം ഒരാൾ ഇങ്ങനെയാണ് കിടന്ന് ഇളകണത്. ഇളകാൻ പാടില്ലട്ടാ. പേടിക്കണ്ട, ഇനി മുതൽ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. ഇന്ന് മുതൽ ഞാനാണല്ലോ നിന്റെ ബെസ്റ്റി. നിന്റെ കൊച്ചാണ് അവളുടെ വയറ്റിൽ വളരണത്, അപ്പൊ നീ അവളുടെ ഭർത്താവ്. എന്ത് ബുദ്ധിയാണോ നിനക്ക്? ഈ ബുദ്ധിയൊന്നും എന്റെ അല്ലെന്നേ, പിന്നെ എന്റെ ചേട്ടന്റെ ബുദ്ധിയാണ് ഇതൊക്കെ. ഇത്ര ബുദ്ധിയുള്ള ചേട്ടനാണെങ്കിൽ നിനക്ക് മുമ്പ് ആ ചേട്ടൻ ഈ പബ്ബിലേക്ക് പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നോ? പറഞ്ഞതാണ്, ചേട്ടനോട് വന്നിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ പറഞ്ഞറിയുമോ, നീ ആദ്യം പോട്ട് അവരെ കൊല്ല്, എന്നിട്ട് ഞാൻ വരാനാ പറഞ്ഞത്. അല്ല, നീ ആദ്യം പോട്ട് അവരെ കാണ്, എന്നിട്ട് ഞാൻ വരാന്ന് പറഞ്ഞു. എന്നാ നീ ഒരു കാര്യം ചെയ്യാം, ആ ബുദ്ധിയും തേജസ്സും മോജസ്സും ഉള്ള ആ ചേട്ടനും കൂടെ വിളിക്കണം. ഞാൻ വിളിക്കട്ടെ? വിളിക്ക്. ഇവിടെ എവിടെ എവിടെ? ചേട്ടാ വാ, ചേട്ടാ ഇങ്ങോട്ട് കയറി വാ ചേട്ടാ. വെരി ബ്രില്യന്റ്, വെരി ബ്രില്യന്റ്. ഒന്നാസം പറയരുത്, ചുമ്മാ അതൊക്കെ നാട്ടുകാർ വെറുതെ വെറുതെ. ഞാൻ പാവാം. ഇതാണ് എന്റെ ചേട്ടൻ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടി. പക്ഷേ ഇതേ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതെന്ത് ചെയ്യുന്നുള്ളതാണ്. മീശ താഴോട്ടേ വളരുള്ളൂ, അതല്ലെന്ന്. ഞാൻ എത്ര അടുക്കാൻ ശ്രമിച്ചോണ്ടില്ല, അവൾ എന്നോട് അടുക്കണില്ലെന്നേ. ഇവൾ അടുക്കാൻ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഒറ്റ പരിപാടിയേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യും, കുറച്ച് നാളെ അവളെ എന്റെ കൂടെ താമസിക്കട്ടെ, എന്നിട്ട് അപ്പൊ അവൾക്ക് മനസ്സിലാവും എന്നെ കട്ടിയും വെച്ചാ നീയാണ്. എടുത്തോ. അപ്പൊ കുറച്ചു കാലം ചേട്ടന്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവൂലേ? അത്രയും ബുദ്ധിയും കഴിവൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നാരായണടാ. അല്ല എന്റെ ട്വിസ്റ്റ്, കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഇവൾ 6 മാസം ഗർഭിണിയാ. കെട്ടി വീട്ടിൽ കൊണ്ടുവരുമ്പോ ഇനി ആരും പറയണം ചോദിക്കൂലല്ലോ. വിശേഷം ഉണ്ടാ, വിശേഷം ഉണ്ടാന്ന് വിളിച്ചോണ്ട് വാടാ വീട്ടില്. അപ്പൊ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, നിങ്ങൾ രണ്ടുപേരെ കല്യാണവും ഞാൻ നടത്തി തരും. പക്ഷേ ഒരു കണ്ടീഷൻ. എന്താണ്? ഇവക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് എന്റെ പേരിടണം, അമ്പിളിക്കുട്ടൻ. നമ്മൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ നമുക്ക് ബാറ്ററി അതെ, ബാറ്ററിക്ക് എന്തോ പറയാനുണ്ട്. ബാറ്ററിക്ക് എന്താ പറയാനുള്ളത് നമുക്കൊന്ന് നോക്കാം. കരനിറയെ പണമൊഴുകണ കളി, പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി, താളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി, പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി. ഞാൻ സാധാരണ ഇവർ ഈ ബാറ്ററിയിൽ നോക്കുമ്പോ ഇവരുടെയൊക്കെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാണുന്നതാണ്. ഇന്ന് ഷജീറായിട്ട് എങ്ങനെയാ മറ്റേ സീൻ വരും വരട്ടെ ഉറപ്പുണ്ടായിരുന്നു എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു തോന്നുന്നു. ഒരു നല്ല ചിരി കിട്ടുമ്പോ നമുക്കറിയില്ലേ? അല്ല, നല്ല രസമായിരുന്നു, നല്ല ഫ്ലോ ആയിരുന്നു. 3 പേര് ഒരുമിച്ച്. ഇപ്പൊ മനസ്സിലായില്ലേ, നമ്മുടെ ചിരിയുടെ ഫ്രീക്വൻസിക്ക് അനുസരിച്ചാണ് ബാറ്ററിയും ചാർജ് കയറുന്നത്. അതാണ് സത്യമാണ് ഇവിടെ എല്ലാം. ഇനി 50,000 വേണ്ടേ? വേണ്ടേ ചേച്ചി? 50,000 ഇട്ട് കൊടുക്കൂ. അപ്പൊ എന്തായാലും 50,000 റുപ്പീസ് കയ്യിൽ കിട്ടി. ഈ സന്തോഷം നമുക്കൊരു ബ്രേക്ക് എടുക്കാനുള്ള സമയമായി. ഓക്കെ, കോമഡി മാസ്റ്റേഴ്സിൽ നമുക്കൊരു ഷോർട്ട് ബ്രേക്ക്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പൈസ എന്തിനാ ഇവിടെ സ്കിറ്റ് ഇവിടെ പറന്ന് കളിച്ച് കയറ്റിട്ട് എത്ര രൂപ കിട്ടി? 50. എന്റെ പങ്ക് ഒരു 5,000 തരാന്ന. 5,000 അതങ്ങ് പള്ളിച്ചെന്ന് പറഞ്ഞാൽ അതാ റവന്യൂ കൊടു.
എത്ര 5000 തരാന്ന്. 750 രൂപ ചോദിക്കണം. പഴയ ഒരു പാട്ടും പാടണം. പറ്റുമോ? അങ്ങനെ ഒരു പണിയാം. 750 1000 ഞാനും ഒരുത്തന്റെ പിച്ചക്കാശ് എനിക്ക് വേണ്ട. എനിക്ക് അർഹിക്കുന്ന പൈസ മതി. 750 രൂപ തരാൻ പറ്റുമോ? തന്നിരിക്കും. ഡീലാണോ? ഡീൽ. ചെറിയ ഡീല്. എന്തോന്ന്? 750 രൂപ. ഒരു 50 കൂടി ഇട്ടിട്ട് എനിക്കും കൂടെ പ്ലീസ്. പാവം എന്തായാലും വരും. 50 രൂപയും ചായയും എടുത്തുതരാം. അപ്പൊ എല്ലാ സെറ്റ് ആണല്ലേ? ഞങ്ങളെ മനസ്സിലായോന്നറിയില്ല. ഞാൻ ഡയാന തമ്പുരാട്ടി. ഞാൻ നോബിച്ചേകവർ. ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങള് ഇന്നൊരു അങ്കത്തട്ടിന് തിരി കൊടുത്താൻ പോവുകയാണ്. അങ്ങനെ അങ്കത്തട്ടിന് തിരി കൊടുത്താൽ നിങ്ങളുടെ എല്ലാവരുടെയും ചിരി വേണം. നിങ്ങൾ ചിരിച്ചാലേ അങ്കത്തട്ടിലെ ബാറ്ററി ചാർജ് കയറൂ. ചേച്ചി അങ്കത്തട്ടിലെ ബാറ്ററി ഒന്ന് ഓണാക്കൂ ചേച്ചി. ആ അപ്പോ ഈ അങ്കത്തട്ടിൽ അംഗം പൊട്ടാൻ വരുന്ന ആരൊക്കെയാണെന്ന് അറിയണ്ടേ? ശരത് ചേകവർ, ഷൈൻ ചേകവർ, ഐശ്വര്യ ആർച്ച. ഇടത് കൈ കൊണ്ട് ഫോൺ എടുത്ത് വലത് കൈ കൊണ്ട് ലോക്കഴിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് എന്റെ ലൈവ് കാണുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നാണ് ഈ കണ്ണപ്പച്ചേകരും ഉദയച്ചേകരുമായിട്ടുള്ള അംഗം. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എന്നാലേ നമ്മുടെ അക്കൗണ്ടിലോട്ടൊക്കെ 10 പൈസ വന്ന് വീർത്തുള്ളൂ കേട്ടോ. അപ്പോ നമുക്ക് അങ്കത്തട്ടിൽ വെച്ച് കാണാം. ബൈ. ഓ എന്റെ പൊന്നു ദൈവമേ, ഈ അങ്കത്തറയൊരുക്കാന്ന് പറഞ്ഞ എന്റെ പെണ്ണുമ്പുള്ള ഇത് എവിടെ പോയി കിടക്കുന്നോ എന്തോ. എടി തുമ്പിയാർച്ചേ, കണ്ടോ തൊഴിലുറപ്പ് പെണ്ണുങ്ങളെ കൂടെ കിടന്നവൾ അംഗം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ ചോട് ഒന്നുകൂടെ കേട്ട് നോക്കിയേ. കൊതിഞ്ഞോണയും പറയടി അവിടെ ഇരുന്നു. നീ ഇങ്ങോട്ട് കേറി വരുന്നുണ്ടോ? നീ ഇങ്ങോട്ട് ഈ ഉറുമിയെടുത്ത് അകത്ത് വെച്ച ഇവള് ഇഡലി ഉണ്ടാക്കുമെന്നും പറയണ്ടാ ഞാൻ എടുത്ത് പുറത്ത് വെച്ചു. അതുകൊണ്ട് അതിനകത്ത് പുല്ല് എടുത്തോണ്ട് വന്നേക്കുന്നവള്. ഞാൻ ഇതുകൊണ്ട് പുല്ല് വെട്ടാനും കല്ല് വമക്കാനും പോണോണ്ടാണ് നിങ്ങൾ 3 നേരം തിന്നണം. അങ്ങനാണോ? അങ്ങനാണെങ്കിൽ നിങ്ങളുടെ ADC-നെതിരെ ഞാൻ കേസ് കൊടുക്കും. എന്തിന്? തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിച്ചെന്നും പറഞ്ഞു. എന്റെ പൊന്നു മനുഷ്യനെ, ഉള്ള പണി കൂടെ കളയല്ലേ. അതെ, ആരോട് ചോദിച്ചിട്ടാ ഈ തുണി ഇട്ടത്? തുണിയിടണ്ടേ? അതല്ല, ഈ ഷർട്ട് ഇട്ടത് ആരോട് ചോദിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. എന്താ ചേരൂലേ? നമ്മൾ ഈ ഗെറ്റപ്പിൽ നിൽക്കുമ്പോ ഈ ഷർട്ട് നിനക്ക് ചേരുവോ? ഓ അങ്ങനെ. ഇപ്പൊ ശരിയാക്കി തരാം. ആരുടെ ആടിയാ ഷർട്ട്? എങ്ങനെ? ഇപ്പോഴാണ് നീ തുമ്പിയാർച്ചയായത്. ആണോ? എങ്കിൽ പറഞ്ഞോളി. തുമ്പിയാർച്ച ഇത്രടം വരെ ഒന്ന് വരിക. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയില്ലാന്നുണ്ടോ? ഏത്? അല്ല, ഈ ഭാഷ എനിക്ക് അങ്ങോട്ട് ശരിക്കും മനസ്സിലാവുന്നില്ല. വള്ളുവനാടൻ ഭാഷയാണേ. ഈ ഭാഷ ക്ലൈമാക്സ് വരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന തോന്നുന്നുണ്ടോ? ഇല്ല. എന്നാ പിന്നെ വീട്ടിൽ അത്ര തന്നെ. അല്ല പിന്നെ അല്ല, എന്നെ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? എടി, ഇന്ന് ഇവിടെ അംഗം നടക്കാൻ പോവുകയാണ്. നീ എന്റെ ഉടവാൾ എടുത്തോണ്ട് വരും. അല്ല, നിങ്ങൾ എന്തിനാണ് ഇന്ന് ഉദയക്കുറിപ്പായിട്ട് അംഗം കുറിക്കുന്നത്? അവൻ എന്നെ PUBG കളിച്ച് തോപ്പിച്ച്. ഈ വീടിന്റെ മാനം കാക്കണ്ടേ എനിക്ക്? മാനം നോക്കിയാ അത്രയുള്ള. എന്നാ ആ പെരക്കകത്തോട്ട് ഇറട്ട് മലന്ന് നോക്ക്. ആ ഓട്ടിനിടക്കണ മൊത്തം മാനം കാണാം. തുമ്പിയല്ല. നീ അങ്ങനെ സംസാരിക്കരുത്. ചോര കണ്ടറപ്പ് തീർന്നവനാണ് ഈ കണ്ണപ്പച്ചേകവർ. എങ്ങനാ? ചോര കണ്ടപ്പോ അറപ്പ് തീർന്ന. ചോര കണ്ട അറപ്പ് മാറിയെന്ന്. ഇപ്പോഴും ഒരു ചുമന്ന തുണി നനച്ച അശയിലിട്ട തലറങ്ങി വീണ മനുഷ്യനാണ്. ചോര കണ്ട അറപ്പ് മാറിയെന്ന്. നീ അങ്ങനെ സംസാരിക്കരുത്. എടി, 18 അടവും പഠിച്ച നിന്റെ അച്ഛനെ തോപ്പിച്ചിട്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. അതിപ്പോഴും അച്ഛന്റെ അടവാണെന്ന് അങ്ങേർക്ക് അറിഞ്ഞൂടാ. ആർക്കെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ അംഗം വെട്ടാനുള്ളതാണ്. ആദ്യം പോയി ആ കാലിലെ നഖം വെട്ടി. ഉദയക്കുറുപ്പിന്റെ കുതിരയുടെ കുളമ്പടി കേട്ടോ നീ? കേട്ടോ നീ? ഈ ഉദയക്കുറുപ്പുമായുള്ള അംഗത്തിന് റെഡി ആയിക്കൊള്ളിൻ. ഞാനിതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. കൊച്ചുകുറുപ്പിന്റെ 10ാമത്തെ പുത്രൻ ഉദയക്കുറുപ്പ്. അപ്പൊ അത് കൊച്ചുകുറുപ്പല്ലടേ, വലിയ കുറുപ്പ് തന്നെയാണ്. ഇനി നീ ഇവിടുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നിന്റെ തലയിൽ ഞാൻ വാള് വെക്കും. നിന്റെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? അടാ, ഇത്രയും പറമ്പ് ഇവിടെ കിടക്കപ്പോ എന്തിനാടാ എന്റെ തലയെ കൊണ്ട് വാള് വെക്കും? ആ പറമ്പിലെങ്ങാനും കൊണ്ട് വെക്കണേ ഇറക്കാൻ. നീ ഇപ്പം എന്റെ കൂടെ അംഗത്തിന് വാ.
സാധാരണ അംഗത്തിന് വരുമ്പോ വാളും പരിചയമായിട്ടാണ് വരുന്നത്. ദാണ്ട വാളും തട്ടപ്പാത്രമായിട്ട് വന്നു. സംഭവം എന്താണെന്നറിയും, നമ്മളിങ്ങനെ പയറ്റത്തില്ലേ, അപ്പൊ നമുക്ക് വിശക്കത്തില്ലേ, അതിന് എന്റെ പെണ്ണുമ്പിള്ള 10 മണിക്ക് കഴിക്കാനുള്ള കാപ്പി തന്നു വിട്ടതാ. ആണോ? നിന്നെ പബ്ജി കളിച്ച് തോൽപ്പിച്ചതുപോലെ ഞാൻ ഈ അംഗത്തിലും തോൽപ്പിക്കുന്നതായിരിക്കും. ആര് പറഞ്ഞ് പബ്ജി കളിച്ച് ഞാൻ തോറ്റതാണെന്ന്? ഞാൻ സ്വയമേ തോറ്റ് തന്നതല്ലേ. എന്തിന്? പബ്ജി കളിച്ച് ജയിച്ചാൽ എന്ത് കിട്ടും? ചിക്കൻ ഡിന്നർ. ഞാൻ പ്യുവർ വെജിറ്റേറിയൻ ആണല്ലോ, അതുകൊണ്ടാണല്ലോ ഞാൻ പബ്ജി തോറ്റ് തന്നത്. അല്ലാതെ കളി അറിയാഞ്ഞിട്ടല്ലേ. അങ്ങനാണെന്നുണ്ടെങ്കിൽ നീ അംഗത്തിന് തയ്യാറാക്. കണ്ടോടി, കണ്ടോ ആ ചെറുക്കൻ പറഞ്ഞ അംഗം വിളിക്കുന്നുണ്ടോ? നിന്റെ നാക്ക് ഇങ്ങോട്ട് ഊരി തകണ്ട, വാളിനെക്കാട്ടിലും മൂർച്ച ഉണ്ടാകും. പെണ്ണും പിള്ളയോട് നിന്ന് കൊതിയും ചുണയും പറയാതെ നീ ആയുധമെടുക്ക്. ആർച്ചേ, ആയുധമെടുക്കിൻ. അങ്ങനാണെങ്കിൽ ഞാൻ കളിക്കുന്നില്ല സുല്ലി, ഇത് എന്റെ കയ്യിലില്ല. ഇതേതായുധോടി? ഇത് എന്റെ പണിയായതുകൊണ്ടാ. നിന്റെ ആയുധമല്ലടി, ആ വാളെടുത്തോണ്ട് വരാല്ല. ഞാൻ അത് മൊത്തം തുരുമ്പിച്ചെടുക്കുന്നു. ഓടി നടന്ന് വാളെടുത്തോണ്ട് വാങ്ങിയോട്ട്. തുരുമ്പാണേ, ഞാൻ എടുത്ത് തരുവാ. അത് ഓടി. ഞാൻ അപ്പോഴേ പറഞ്ഞത് തുരുമ്പാണെന്ന്. ഒരു കാര്യം ചെയ്യും, ആ മമ്മട്ടിയെങ്കിലും എടുക്കുക, അതെങ്കിലും വെച്ച് കളിച്ച് കയറ്റായി. അല്ല, അങ്ങനാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കില്ല, ആയുധങ്ങൾ തമ്മിൽ സംസാരിക്കട്ടെ. അങ്ങനെയാവട്ടെ. നിങ്ങൾ രണ്ടുപേരും എന്തോ കാണിക്കാൻ മനുഷ്യ. ഉണ്ടായി ആയുധം തമ്മിൽ സംസാരിക്കുന്ന കണ്ടില്ല. അല്ലെങ്കിൽ ഈ കൊച്ചി ഇങ്ങനെ ചുമ്മാ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഇടയ്ക്കൂടെ കയറി സംസാരിച്ചോണ്ടി. ചേച്ചി അണ്ണാ കൈ വേദന എടുക്കുന്ന അണ്ണാ. വേദന എടുക്കുന്ന എങ്കിൽ പിന്നെ അങ്ങോട്ട് അവര് തമ്മിൽ സംസാരിക്കും. സംസാരിക്കുന്നതൊക്കെ കൊള്ളാം, ഇതുവഴിയെങ്ങാണ് ഇറങ്ങി പോയാലുണ്ടല്ലോ. അണ്ണാ അങ്ങനെയാണെന്നുണ്ടെങ്കിലേ നമുക്ക് കയ്യാങ്കളി കളിച്ചാലോ? അതിപ്പോ ഇവിടെ എല്ലാരും പറയുന്നുണ്ട്. എന്ത്? കൈ നിട്ട് കളിച്ചോണ്ടിരിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ നീ ഉടനെ വാളെടുക്കൂ. അങ്ങനാണെങ്കിൽ ഞാൻ ഇതാ പറയുന്നു, ഈ കണ്ണപ്പ ചേകവർ ഉദയക്കുറിപ്പുമായിട്ട് ഇതാ അംഗം കുറിച്ചിരിക്കുന്നു. എന്നാൽ ഈ ഉദയക്കുറിപ്പായ ഞാൻ ഈ കണ്ണപ്പ കച്ചേകവരുമായിട്ട് അംഗം കുറിച്ചിരിക്കുന്നു. ആരായിട്ട്? കണ്ണപ്പ കച്ചേകവർ. കണ്ണപ്പ കച്ചേകവർ. ഒരു പേര് പോലും പറയാൻ അറിയാത്തവരാണ് അംഗം കുറിക്കാൻ വന്നേക്കുന്നത്. പോയി പേര് പഠിച്ചിട്ടോ, പോയി പേര് പഠിച്ചിട്ടോ. പോണാണ് ചിരിപ്പിക്കാതെ മരിക്കട്ടെ. കണ്ണപ്പ കച്ചേകവർ. പോണാ അവിടെ ചിരിപ്പിക്കാതെ മരിക്കട്ടെ. നീ ഇങ്ങനെ നോക്കി നിക്കരുത് ഇവിടെ. ആ സമയം കൊണ്ട് നീ ഇവിടെ ലൈവ് ഇടണം. ഇങ്ങനെ ലൈവ് ഇട്ടോണ്ട് നടന്നാ മതിയാ? നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ എനിക്ക് ഒറ്റപ്പെടലാണ്. അതുകൊണ്ടല്ലോ ഞാൻ നിനക്ക് സൈക്കിൾ മേടിച്ചു തന്നത്. സൈക്കിളാ? അതാകുമ്പോ 2 പെടലുണ്ടല്ലോ. ശരിയാക്കി തരാ. ചേച്ചി എനിക്കൊരു ഉപകാരം ചെയ്തു തരൂ. ചേച്ചി ഒന്ന് ഡബ് ചെയ്യാമെങ്കിൽ കറക്റ്റ് ആയിട്ട് ഞാൻ ലിപ്സിക്ക് പിടിക്കാം. പോടാ അവിടുന്ന്. സ്വന്തമായിട്ട് ഒരു പേര് പോലും പഠിക്കാൻ പറ്റില്ല, പിന്നെ എന്തിനടാ അംഗത്തിന് വരണത്? വീട്ടിരിക്കണ പെണ്ണും പിള്ളേം കൂടെ പറയപ്പേ. പേര് പോയി പഠിച്ചോട്ടോ. അപ്പോ ചെല്ലു. അതെ ചേച്ചി സ്നേഹം കൂടുമ്പോ ചേട്ടനെ എന്ത് വിളിക്കുന്നേ? കണ്ണു. ഇത് മതിയോ? എന്റെ പൊന്നുമോനെ, ഈ പേര് തന്നെ നീ ഇങ്ങനെയാണ് വിളിക്കുന്നത്. അതുകൂടെ വിളിച്ചാൽ അത് താങ്ങാനുള്ള ഉയരെനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് പോയി പഠിച്ചിട്ടോ. അഖിലേണ്ണ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എന്നെ അടിക്കും. പുള്ളിയുടെ പേരെന്തായിരുന്നു പറഞ്ഞേ? കണ്ണപ്പ ചേകവർ. കിട്ടി കിട്ടി. കണ്ണാപ്പ ചോരുന്നു. പിന്നെ അടിയിലൊരു പാത്രം വെക്കണ. പോടാ ചേർക്കാൻ അവിടെ എന്ത് പടിയും എനിക്കറിയാൻ പയ്യ മനുഷ്യ. എന്റെ പൊന്നു മനുഷ്യനെ, നിങ്ങൾ ഇങ്ങനെ അംഗമൊന്നും ലൈവ് ഒന്നും പറഞ്ഞങ്ങ് നടന്നോ? ഈ നാട്ടിൽ നടക്കണ കാര്യം വല്ലതും നിങ്ങൾ അറിയണോണ്ടാ? ഞാൻ നാട്ടിൽ നടക്കുന്ന കാര്യം പെട്ടെന്ന് അറിയാൻ ഞാൻ നിന്നോട് തൊഴിലുറപ്പിന് വരുമല്ലേ? തൊഴിലുറപ്പിനെ വല്ലതും പറഞ്ഞാലാണ് വിധം മാറുവേ. പേരും തിരിച്ചു വരണ കണ്ണപ്പ ചേകവർ. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലടി. ഞാൻ എന്റെ തട്ടുപാത്രം എടുത്തോണ്ട് പോകാൻ വന്നേ. അത് മുട്ട കാര്യം എന്ത് കാര്യം? പേരെന്തായിരുന്നു? കണ്ണപ്പ ചേകവർ. ഞാൻ ഒരു കാര്യം പറട്ടെ, നീ അങ്ങനെ തന്നെ പുച്ഛിക്കരുത്. എടി രാജഭരണമായിരുന്നെങ്കിൽ ഇപ്പൊ കിരീടവും ചെങ്കോലും എന്റേതായിരുന്നു. കിരീടവും ചെങ്കോലും ലാലേട്ടനുള്ളത്. ലാലേട്ടൻ? ഇവളെന്തോന്നടേ പറഞ്ഞോണ്ട്? ആ കിരീടം ചെങ്കോലും ലാലേട്ടനുള്ളത്. കിട്ടി കിട്ടി കിട്ടി. നീ പേര് പഠിച്ചോ? നീ പേര് പഠിച്ചില്ല.
പകരം ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. എഴുതിക്കൊണ്ട് വന്നു. ഉമ്മ കാണട്ടെ. ഇന്ന് ഞാൻ കിടുക്ക് നീ കണ്ടോ? നീ ഇന്ന് വേണ്ടെന്ന് നോക്കണേ, ഇത് അമ്മയുണ്ടോ? വരണ്ടേടേ, നോക്കടേ അങ്ങോട്ട്. എന്തോട് ചിരിക്കുന്നേ? കണ്ടപ്പോ കച്ചയൊക്കെ വെറുതെ എഴുതിക്കൊണ്ട് വന്നേക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യും, ഈ വാളൊന്ന് പിടിച്ചേ. എന്താ അംഗത്തിനാന്ന്? അയ്യോ അംഗത്തിനല്ല, പിന്നെ എടാ പോയി നാക്ക് പഠിക്കാൻ. പോയി നാക്ക് പഠിച്ചിട്ട് വേണം അവിടെ. അത് പറഞ്ഞു. അയ്യോ എന്നാ പവർ ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടത് കുതിര, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വാള്. സംസാരിക്കട്ടെ. സൂപ്പർ. ശരത്തിന്റെ എന്താ പറയാ ആ ഒരു ഗ്രോത്ത് ഇല്ലേ, അത് പറഞ്ഞേ പറ്റൂ. സൂപ്പർ. പക്ഷെ ഇത് എല്ലാത്തിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐശ്വര്യക്കുട്ടിയാണ്. അത് പറഞ്ഞേ പറ്റൂ. ആ കുട്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ അറിയില്ല, ഇനി നിങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി പെർഫോമൻസ് ചെയ്യാണോ, പൈസക്ക് വേണ്ടി പെർഫോമൻസ് ചെയ്യാണോ, നമുക്ക് വേണ്ടി ചെയ്യാണോ, അതൊന്നും അറിയില്ല. പക്ഷെ ആ കുട്ടി വന്നു, നിങ്ങൾ രണ്ടുപേരും. ഷൈന് ഒരു ഡയലോഗ് ഓർമ്മയില്ലാത്ത ആൾക്ക് ഇപ്പോ എല്ലാവരും ഡയലോഗ് ഓർമ്മയുണ്ട്. എവിടുന്നൊക്കെയോ ഷൈൻ സൂപ്പർ. ഇപ്പൊ ശരത്തൊക്കെ ഹോട്ടലാണ് അതെ. കോണ്ടേനേഴ്സ്, അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അതെ. പിന്നെ ശരത്തിന് ഭയങ്കര ലീഡർഷിപ്പ് ക്വാളിറ്റി, അതെ. അത് ഗംഭീരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. Correct. അവർക്കുള്ളത് ഇട്ട് കൊടുക്കുന്നു, ഇവിടെ ഇട്ട് കൊടുക്കുന്നു, അതിന്റെ ഇടയിൽ കൂടെ ഐശ്വര്യ സ്കോർ ചെയ്യുന്നുണ്ട്. അതെ, നമുക്ക് പറയാനുള്ള എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാറ്ററിക്ക് എന്താണ് പറയാനുള്ളതെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. റെഡിയാണോ? ഓക്കെ, ബാ. എന്തായാലും 50,000 rupees ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ ചേച്ചി. ഓ എന്റെ ദൈവമേ, 50,000 രൂപ കൊടുക്ക്. അങ്ങനെ 50,000 rupees കൈയോടെ കിട്ടിയിരിക്കുകയാണ്. ശുഭം, ശരിക്കും പറഞ്ഞ സിനിമയുടെ ഒക്കെ എൻഡ് കാണിക്കുന്നതല്ല, ഇപ്പൊ നമുക്ക് കറക്റ്റ് ടൈമാണ് ശുഭം എന്ന് എഴുതി കാണിക്കാൻ. ബട്ട് ബിഫോർ ദാറ്റ് RDS ടീം നിങ്ങൾ കിഡിലായിരുന്നു. ഇനിയും വരണം, ഇനിയും നമ്മൾ കാണും. ഓക്കെ, അപ്പൊ എന്തായാലും പ്രേക്ഷകരെ ചിരിച്ച് നമ്മളൊരു അവസ്ഥയിലായി. ഇനിയും പവറായിട്ട് നമ്മൾ തിരിച്ചു വരും. അപ്പൊ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഗുഡ് ബൈ.